ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ MP ഗോവിന്ദൻ മാസ്റ്റർക്ക് സംസ്ഥാന സമിതിയിൽ വിമർശനം. RSS ബന്ധ പരാമർശത്തിൽ വിമർശനം പേരെടുത്തു പറഞ്ഞ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം തോൽവിക്ക് ആക്കം കൂട്ടി. ADGP MR അജിത് കുമാറിനെ സർക്കാർ വഴിവിട്ട് സഹായിക്കുന്നുവെന്നും വിമർശനം. ഭാരതാംബ വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ച് ഗവർണർ. ഭാരതാംബ എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ല. ഭരണഘടനാ തലവനെ മന്ത്രി അപമാനിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ബഹിഷ്കരണം പ്രോട്ടോകോൾ ലംഘനമെന്നും കത്തിൽ. ഗവർണറുടെ കത്ത് മുഖ്യമന്ത്രി എതിർപ്പറിയിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കണ്ണൂർ ആറളത്ത് ഇടിമിന്നലേറ്റ് കള്ളുചെത്ത് തൊഴിലാളി മരിച്ചു. മലപ്പുറം സ്വപ്നക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തൃശൂർ ചാലക്കുടിയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും മൂവാറ്റുപുഴയിൽ 8 വീടുകളിലും വെള്ളം കയറി. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോട്ടയം, വയനാട്, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് 3 പേരുടെ ചുരുക്കപ്പട്ടികയായി. നിതിൻ അഗർവാൾ, റവഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവർ പട്ടികയിൽ. MR അജിത് കുമാറിനെ പരിഗണിക്കണമെന്ന സർക്കാർ ആവശ്യം തള്ളി. With handshakes and hugs for Peggy Whitson, Shubhanshu Shukla, Sławomir Uznański-Wisniewski, and Tibor Kapu. And with their arrival to the International Space Station, that now makes 288 visitors to the orbiting laboratory. ബഹിരാകാശ ചരിത്രമെഴുതി ഇന്ത്യൻ യാത്രികൻ ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിൽ. ആക്സിയം 4 ഡോക്കിംഗ് പൂർത്തിയാക്കിയത് നിശ്ചയിച്ച സമയത്തിന് മുൻപ്. ശുഭാംശു ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ബന്ധം വിച്ഛേദിച്ച് ഇറാൻ. പാർലമെന്റ് തീരുമാനം അംഗീകരിച്ച ഗാർഡിയൻ കൗൺസിൽ. ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ സഹകരണമില്ലെന്നും ഇറാൻ. ചുരുളി സിനിമാ വിവാദത്തിൽ സംവിധായകനെതിരെ വിമർശനവുമായി നടൻ ജോജു ജോർജ്. ഫെസ്റ്റിവലുകളിൽ മാത്രമേ പ്രദർശിപ്പിക്കൂ എന്ന് പറഞ്ഞ തെറിഭാഗം തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചു. സിനിമയുടെ കരാർ പുറത്തുവിടുമെന്ന് സംവിധായകനെ വെല്ലുവിളിച്ച് ജോജു ജോർജ്. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ UDFിൽ ഭിന്നത തുടരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ ഫാക്ടർ ആയിരുന്നു എന്നത് വസ്തുതാപരമായ കാര്യമെന്ന് ET മുഹമ്മദ് ബഷീർ MP. അൻവറിന് മുന്നിൽ UDF വാതിൽ അടച്ചു കഴിഞ്ഞെന്ന് VD സതീശൻ. അൻവർ UDFിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പില്ലെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ.